ഗുഡ് മോർണിംഗ് എവറിബഡി. നിങ്ങൾക്ക് എല്ലാവർക്കും കറൻസി നോട്ടുകളുടെ പ്രാധാന്യം അറിയാലോ അല്ലേ? നിങ്ങൾ കറൻസി നോട്ടുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒപ്പ് വെച്ചിട്ടുള്ളത് ആരാണ് എന്ന് കണ്ടിട്ടുണ്ടാവും. 2 രൂപയ്ക്കോ അതിന് മുകളിലോ ഉള്ള എല്ലാ കറൻസി നോട്ടുകളിലും ഒപ്പ് വെച്ചിട്ടുള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറാണ്. 1 രൂപയുടെ നോട്ടിൽ ഒപ്പ് വെച്ചിരിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയാണ്. അപ്പോൾ 2 രൂപയ്ക്കും അതിന് മുകളിലോട്ടും RBI ഗവർണറാണ് കറൻസി നോട്ടിൽ ഒപ്പുവെക്കുക. അപ്പം നമുക്കിന്ന് RBIയുടെ ഹിസ്റ്ററി പഠിച്ചാലോ? RBIയുടെ ചരിത്രം. എന്നാണ് RBI നിലവിൽ വന്നത്? വെൻ വാസ് RBI എസ്റ്റാബ്ലിഷ്ഡ്? 1935. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് 12 വർഷങ്ങൾക്ക് മുമ്പ് 1935 തന്നെ RBI എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ട്. RBI എസ്റ്റാബ്ലിഷ് ആയ ഡേറ്റ് എന്നാണ്? April 1. എന്താണ് April 1ന്റെ പ്രാധാന്യം? നിങ്ങൾ പറയും ഏപ്രിൽ ഫൂൾ. അത് ശരിയാണ്. പക്ഷേ April 1ന് വേറൊരു പ്രാധാന്യം കൂടിയുണ്ട്. കോമേഴ്സ് സ്റ്റുഡൻസിന് അറിയായിരിക്കും. April 1 നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്നത് April 1 April 1 മുതൽ അടുത്ത കൊല്ലം മാർച്ച് 31 വരെയാണ് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഇയർ. സോ April 1 ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ ബിഗിനിങ്ങിലാണ് RBI എസ്റ്റാബ്ലിഷ് ആയത്. ഈ ഡേറ്റ് ഓർത്ത് വെക്കാനുള്ള എളുപ്പ വഴി അത് തന്നെയാണ്. 1935 April 1 RBI നിലവിൽ വന്നത്. RBI ആക്ട് 1934 ആണ്. സോ RBI ആക്ട് 1934 പ്രകാരം April 1, 1935 RBI നിലവിൽ വന്നത്. RBIയുടെ ആദ്യത്തെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയായിരുന്നു? കൽക്കട്ടയിലായിരുന്നു കേട്ടോ. കൽക്കട്ടയുടെ പ്രാധാന്യം എന്താണ്? ഇന്ത്യയുടെ 4 മെട്രോ നഗരങ്ങളിൽ ഒന്നാണ് കൽക്കട്ട. അത് മാത്രമല്ല, കൽക്കട്ട ഇന്ത്യയുടെ ആദ്യ തലസ്ഥാനമായിരുന്നു. ന്യൂഡൽഹി ഇന്ത്യയുടെ തലസ്ഥാനമാവുന്നതിന് തൊട്ട് മുമ്പ് കൽക്കട്ടയായിരുന്നു ഇന്ത്യയുടെ തലസ്ഥാനം. എന്നിട്ട് RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് 1937. ഓക്കെ, സോ കൽക്കട്ടയിൽ നിന്നും മുംബൈയിലേക്ക് RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മാറിയത് 1937. മുംബൈയുടെ പ്രാധാന്യം എന്താണ്? മുംബൈയും ഒരു മെട്രോ നഗരം തന്നെയാണ്. മുംബൈയിലാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് അല്ലേ? മുംബൈയുടെ മറ്റൊരു പ്രാധാന്യം ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ അഥവാ സാമ്പത്തിക തലസ്ഥാനം മുംബൈയിലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നറിയോ? RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മാത്രമല്ല, സെബിയുടെയും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും ഒക്കെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? മുംബൈയിലാണ്. അതുകൊണ്ടാണ് നമ്മൾ മുംബൈയെ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം അഥവാ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, സോ RBI ഗവർണർമാരുടെ കാര്യം നമുക്ക് നോക്കാം. ആദ്യത്തെ RBI ഗവർണർ ആരായിരുന്നു? ഓസ്ബോൺ സ്മിത്ത് ആയിരുന്നു ആദ്യത്തെ RBI ഗവർണർ. ഇന്ത്യക്കാരനായ ആദ്യത്തെ RBI ഗവർണർ ആരാണ്? സർ CD ദേശ്മുഖ്. അദ്ദേഹം 3ാമത്തെ RBI ഗവർണർ ആയിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യക്കാരനായ ആദ്യത്തെ RBI ഗവർണറുമായിരുന്നു സർ CD ദേശ്മുഖ്. ഇനി നമുക്ക് കറണ്ട് അഫയേഴ്സ് നോക്കാം അല്ലെ? ഇപ്പോഴത്തെ RBI ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. സഞ്ജയ് മൽഹോത്ര 26ാമത്തെ RBI ഗവർണറാണ്. സഞ്ജയ് ദത്ത് അല്ല കേട്ടോ, സഞ്ജയ് മൽഹോത്ര. സോ 26th RBI ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. എന്നാണ് RBI നാഷണലൈസ് ചെയ്തത് എന്നറിയോ? 1949. 1949 January 1. അത് കലണ്ടർ ഇയറിന്റെ തുടക്കമാണ് അല്ലെ? ഫിനാൻഷ്യൽ ഇയർ അല്ല, കലണ്ടർ ഇയറിന്റെ 1949 January 1 RBI നാഷണലൈസ് ചെയ്തത്. 1949 തന്നെയായിരുന്നു ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നിലവിൽ വന്നത്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന്റെ പ്രാധാന്യം എന്താണ്? ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഇന്ത്യയിലെ ബാങ്കിങ് രംഗത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു നിയമമാണ് അല്ലെ? അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ചേ? നമുക്കറിയാലേ, RBI ആദ്യം നമ്മൾ കറൻസി നോട്ടുകളിൽ ഒപ്പുവെക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു. അതിനുശേഷം RBIനെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. RBI April 1, 1935 നിലവിൽ വന്നത്. RBI ആക്ട് 1934 കൽക്കട്ടയിലായിരുന്നു RBIയുടെ ആദ്യ ഹെഡ് ക്വാർട്ടേഴ്സ്. പിന്നീട് അത് മുംബൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. മുംബൈ ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ക്യാപിറ്റലാണ്. RBI മുംബൈയിലേക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് മാറ്റിയ വർഷം 1937. RBIയുടെ ആദ്യ ഗവർണർ ഓസ്ബോൺ സ്മിത്ത്. ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ സർ CD ദേശ്മുഖ്. ഇപ്പോഴത്തെ ഗവർണർ അല്ലെങ്കിൽ 26ാമത്തെ ഗവർണർ സഞ്ജയ് മൽഹോത്ര. RBI നാഷണലൈസ് ചെയ്തത് 1949 January 1. ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾക്കറിയോ, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ട് എന്നല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് അല്ലേ?
അദ്ദേഹത്തിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ ഒരു പ്രത്യേകത എന്താണ്? RBI ഗവർണറായ ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ഏക വ്യക്തിയാണ് ശ്രീ മൻമോഹൻ സിംഗ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.